അന്ന് ആ സമയത്ത് ഇപ്പൊ വീട് തരുമെന്ന് പറഞ്ഞപ്പോ അവന് ഭയങ്കര മനസ്സിന് ഒരു ഭാരം ഒഴിഞ്ഞു കിട്ടിയതാണ് കിച്ചുവിനോട്. ഇപ്പൊ നാട്ടുകാർ പറഞ്ഞ് ഞാൻ എന്താ പറയുന്നു, ഇതൊക്കെ പറയുന്നു. കാരണം ആ ഒരു സ്റ്റേറ്റ്മെന്റ് വേറൊരു തരത്തിലാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതെ, തീർച്ചയായിട്ടും ഞാൻ കണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു 6-7 വർഷമായില്ലേ, അടുത്തറിഞ്ഞ മകനാണ്. ഇപ്പൊ അവന് നന്നായിട്ട് അറിയാം. അനിയനെ അമ്മ എല്ലാരും നോക്കണം, വീടില്ല, എന്തോ ചെയ്യുന്ന പറഞ്ഞാണ് കിച്ചു എന്ന കാര്യം. അല്ല കിച്ചു എന്റെ അടുത്ത് അതാണ് സംസാരിച്ചത്, ആദ്യം സംസാരിച്ചതാണ്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അമ്മ. ഇപ്പൊ ഇവരെല്ലാം വീടിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര എന്നോട് സംസാരിച്ചതാണ് അവൻ കേട്ടോ. അന്ന് ആ സമയത്ത് ഇപ്പൊ വീട് തരുമെന്ന് പറഞ്ഞപ്പോ അവന് ഭയങ്കര മനസ്സിന് ഒരു ഭാരം ഒഴിഞ്ഞു കിട്ടിയതാണ് കിച്ചുവിനോടെന്ന് പറഞ്ഞത്. അതെ അല്ലേ. അപ്പം ഈ അന്ന് അതായത് ഈ പറയുന്ന പോലെ സുധിച്ചേട്ടന്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിന്ന കുറച്ച് സഹപ്രവർത്തകരുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ലക്ഷ്മി നക്ഷത്ര ആണെങ്കിലും പെങ്ങളാണ്, അത്രയും കാര്യമായിട്ടൊക്കെയാണല്ലേ നിന്നത്. അതിനുശേഷം എങ്ങനെയാ നിങ്ങളെ രണ്ടുപേരും കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? ഫ്രീ ആകുമ്പോഴൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. കിച്ചുവിനും മെസ്സേജ് അയക്കാറുണ്ടല്ലോ, മെസ്സേജ് അയക്കാറുണ്ട്. അതെ, അങ്ങനെയാണ്. ഇവിടോട്ടേക്ക് വന്നിട്ടുണ്ടോ? വീട്ടിലേക്ക് ഇതിന് മുന്നേ കേർത്താമസത്തിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തിരക്കാണല്ലോ, തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കാണ്. നിങ്ങളുടെ ക്ഷണിച്ചില്ലേ വീട്ടിലേക്ക് വന്നു? എല്ലാവരും ക്ഷണിച്ചതാണ്. അവര് പിന്നെ ഒരു ദിവസം വരുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഒരുമിച്ച് എല്ലാവരും കൂടെ വരാനിരിക്കുവാണെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ. അറിഞ്ഞത് അല്ലെ. അതുപോലെ തന്നെ ഒരു നമ്മളിങ്ങനെ കേട്ടതാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടതാണ്. സ്റ്റാർ മാജിക്കിന്റെ പ്രൊഡ്യൂസറായ അനു, അദ്ദേഹം രേണു ചേച്ചിക്ക് ഒരു ജോബ് ഓഫർ ചെയ്തു. എന്നിട്ട് രേണു ചേച്ചി അത് നിരസിച്ചു എന്നാണ് ഞങ്ങൾ കേട്ടത്. അതായത് ജോലി വാങ്ങിച്ച് നൽകിയത് ചേച്ചി വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞ എല്ലാവർക്കും അനുപെട്ടെ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അക്കൗണ്ടൻസി ആണ് പറഞ്ഞത്, ഒരു അക്കൗണ്ടന്റ് ആയിട്ട്. പക്ഷെ ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്, പഠിച്ചത് +2. എനിക്ക് സത്യം പറഞ്ഞാൽ ഹരിക്കാനും പോലും അറിയത്തില്ലാത്ത ഒരാളാണ്. കണക്കിന്റെ ABCD അറിയാത്ത ഞാനാണ്. കണക്ക് പേടിച്ചിട്ടാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തത്. സോ അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് ഈ കണക്കൊന്നും അറിയാതെ ഞാൻ എങ്ങനെയാണ് ഈ ജോലി ചെയ്യുന്നത്, അത്രേ പറഞ്ഞുള്ളൂ. അതേ ഉള്ളൂ. എനിക്കത് പേടിയാട്ടോ. ഒന്നാമത് ടെൻഷനാണ്. സുചിറ മരിച്ച സമയമാണ്, ഒന്നാമത് ടെൻഷനാണ്. അപ്പൊ അതിന്റെ കൂടെ കണക്കോ തൊപ്പിയോ അറിയാത്ത ഞാൻ ഇതൊക്കെ ചെന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു പോത്തേ ഉള്ളൂ. ഞാൻ ആ കമ്പനിയും കൂടെ കൂട്ടിപ്പോ, എന്തിനാ വെറുതെ. അത്രയേ ഉള്ളൂ. ഇതാണ് സംഭവിച്ചത്. അതെ, ഇപ്പൊ നാട്ടുകാർ പറഞ്ഞ് ഞാൻ എന്താ പറയാനാ, ഇതൊക്കെ പറയുന്നു. ആ ഒരു ജോലി ഓഫർ ചെയ്ത കാര്യം കിച്ചു അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇല്ല. അനൂപ് അദ്ദേഹം കിച്ചുനെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ, വിളിക്കാറുണ്ടോ? ഉണ്ട്. തിരക്ക് കാര്യങ്ങളാണല്ലോ, എല്ലാവരും തിരക്ക്. ഇപ്പം കിച്ചു ആണല്ലോ പഠിത്തത്തിന്റെ തിരക്ക്, ഞാനാണല്ലോ എന്റെ ഇപ്പോഴത്തെ ഈ അഭിനയം കാര്യങ്ങൾ തിരക്ക്, അവരവരുടെ കാര്യങ്ങൾ തിരക്ക്. എല്ലാവരും അവനവന്റെ തിരക്കിലാണല്ലോ ഓടുന്നത്. അത് അപ്പൊ ആരോടും പരാതിയോ വരുമ്പോ ഒന്നുമില്ല. തിരക്കൊക്കെ കഴിഞ്ഞവര് വരും, പിന്നെ വല്ലപ്പോഴും വിളിക്കും, സംസാരിക്കും, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ വേറെ നല്ല ചോദിക്കാൻ കാരണം വെച്ചാൽ, കാരണം ആ ഒരു സ്റ്റേറ്റ്മെന്റ് വേറൊരു തരത്തിലാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതെ, തീർച്ചയായിട്ടും ഞാൻ കണ്ടായിരുന്നു. കാരണം ചേച്ചിക്ക് അത്രയും നല്ലൊരു സഹായം ചെയ്തിട്ട് ചേച്ചി അത് നിരസിച്ചു. വ്യക്തമായില്ലേ, ആ കാര്യം വ്യക്തമായില്ലേ, ഇതാണ് സംഭവിച്ചത്. ഏത് തരത്തില് അമ്മയും ദാസേട്ടൻ കോഴിക്കോട് പുള്ളിക്കാരനും കൂടെ വീഡിയോസ് ചെയ്തതിന് ശേഷം ഭയങ്കരമായ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചേച്ചി ഡയറക്റ്റ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയുന്നത്. ഒരു ലിമിറ്റ് ഇല്ല അല്ലേ ചേച്ചി? ഇതില് വന്ന കമന്റുകളിൽ എന്തോ ഭയങ്കരമായിട്ട് ഇരുവരെയും ചേർത്ത് ഭയങ്കര മോശമായിട്ടൊക്കെ കമന്റ് വന്നു. അതിനെതിരെ ഇപ്പൊ കേസും കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് അറിഞ്ഞപ്പോ എന്താ തോന്നിയേ? കൊടുക്കണം, അതന്നെ അല്ലേ, കൊടുക്കണം. അങ്ങനെയാണ് അത്. ഈ തരത്തിൽ ഇവരെ രണ്ടുപേരെയും മോശമായിട്ട് ചിത്രീകരിക്കുക, അതിനോടൊക്കെ എന്താ കിച്ചുവിന്റെ അഭിപ്രായം? അവർക്ക് രണ്ടുപേർക്കും അഭിനയിക്കുമല്ലേ രണ്ടുപേരും. റിപ്ലൈ കേട്ടോ, അതാണ് ഇവിടെ റിപ്ലൈ. ഗ്രേറ്റ്, സൂപ്പർ റിപ്ലൈ. ഞാൻ എത്ര പറഞ്ഞിട്ടോ, അവർ രണ്ടും അഭിനയിക്കുമല്ലേ, പിന്നെ ആർക്കാണ് പ്രശ്നം? അതെ, എനിക്ക് തോന്നുന്നു ചേച്ചി എന്താ പറയാ, കിച്ചു മനസ്സ് നിറഞ്ഞ 2 വാക്കിലെ പറയുന്നുള്ളെങ്കിലും അതിലങ്ങ് തൃപ്തിപ്പെടുക. അത് അമ്മയെ ഭയങ്കര അടുത്തറിഞ്ഞ മകനല്ലേ? തീർച്ചയായിട്ടും ഒരു 6-7 വർഷമായില്ലേ, അടുത്തറിഞ്ഞ മകനാണ്. ഇപ്പൊ അവന് നന്നായിട്ട് അറിയാം. ഏത് വാക്ക് പറഞ്ഞ അമ്മയ്ക്ക് അവിടെ അപ്പ എനിക്കറിയാൻ പറ്റും. അവനും അങ്ങനെ തന്നെയാണ്.